അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൾ റഹീമിൻ്റെ അവസ്ഥ 34 കോടി രൂപ പിരിച്ചെങ്കിലും റിയാദ് ജയിലറയിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് വേണ്ടിയ ആ സംഖ്യ ഇവിടുത്തെ മനുഷ്യസ്നേഹികൾ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം അത് സ്വരൂപിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്. അതൊക്കെ സ്വരൂപിച്ച് ഇന്ന് അല്ലെങ്കിൽ നാളെ അദ്ദേഹം മോചിതനായി വീട്ടിലേക്ക് എത്തും. ഉമ്മ കാത്തുകൊണ്ടിരിക്കുകയാണ് പൊന്നുമോനെ. അതുപോലെ അബ്ദുൾ റഹീമും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മോചിതനാകുമെന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരേക്കും വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് ആ എത്തേണ്ട തുക കൈമാറൽ അനിവാര്യമാണ്. അത് ഇതുവരേക്ക് എത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നാലും ഇതുവരേക്ക് എത്താത്ത കാരണത്താൽ യാതൊരു വിധത്തിലുള്ള ആ ഒരു രക്ഷപ്പെടൽ തീർച്ചയായും എത്രയും പെട്ടെന്നുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. ആ ഉമ്മ കണ്ണീരോടുകൂടി തൻ്റെ മകനെ ഒരു നോക്കാൻ വേണ്ടി മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകനൊന്ന് കാണണമെന്ന് നിരന്തരമായ പ്രാർത്ഥനയിലാണ്. അബ്ദുൾ റഹീം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ, അദ്ദേഹം പോലും അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു തെറ്റിൻ്റെ പേരിൽ 18 വർഷങ്ങളായി ജയിലറയിൽ വധശിക്ഷയ്ക്ക് വിധേയനായി കഴിയുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി ഉമ്മയുടെ പ്രാർത്ഥന, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാനും ആ ഉമ്മയെ കണ്ണിറയെ കാണാനും ഉമ്മാക്ക് മകനെ കണ്ണിരയെ കാണാനും അതുപോലെ അവരുടെ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും സഹായവും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ ഇതുവരേക്കും പണം കൈമാറാത്തതിൻ്റെ പേരിൽ തീർച്ചയായും ആ കുടുംബത്തിന് വേദനയുണ്ട്. അതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പൂർത്തിയായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വന്ന് ഉമ്മയോട് കൂടെ സന്തോഷത്തിൽ കഴിയാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.